നിർണായകമായ ഒരു സന്ദർശനമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ നടത്തിയത്. അദ്ദേഹം ചൈന സന്ദർശനം നടത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ചർച്ചകളിൽ പങ്കെടുക്കാനാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിർത്തിയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനുള്ള പ്രത്യേക ചർച്ചാ സംവിധാനമാണ് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്. ഈ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ചർച്ചകൾ 24 തവണ ഇരു രാജ്യങ്ങളും പൂർത്തിയാക്കിയിരുന്നു. 25ാമത് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് അജിത് ഡോവൽ, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ചൈനയിൽ നടത്തിയ ചർച്ചകൾ അത് ഏറെ ഫലപ്രദമായിരുന്നു. നിർണായകമായ സന്ദർശനം വൻ വിജയമെന്ന് വിലയിരുത്തുകയാണ് ഇന്ത്യയും ചൈനയും. അതായത് ഈ ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ തീരുമാനമായി എന്നാണ് അതിനുശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് പോലെയുള്ള സിക്കിം പോലെയുള്ള സംസ്ഥാനങ്ങൾ ചൈന അവകാശവാദം ഉന്നയിച്ചു വരുന്ന ഭൂപ്രദേശങ്ങളാണ്. അതെല്ലാം ചൈനയുടെ ഭൂപ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല തവണ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും ചൈനീസ് സൈന്യം ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചൈന ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പലതവണയും ഈ ഭൂപടങ്ങൾ മാറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്കുമേൽ പുതിയ പേരുകൾ നൽകി ഈ ചൈന പല പ്രാവശ്യവും പ്രകോപനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിർത്തി തർക്കങ്ങളാണ്. ഈ അതിർത്തി തർക്കങ്ങൾ ഏറ്റവും അധികം മോശമായത് 2020-ലാണ്. 2020-ലാണ് ഈ ചൈനീസ് സൈന്യം ഗാൽവനിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു. ഇന്ത്യൻ സൈന്യം അത് പരാജയപ്പെടുത്തുന്നു. ഇന്ത്യയുടെയോ ചൈനയുടെയോ സൈന്യത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ചില തർക്കപ്രദേശങ്ങളുണ്ട്. അവിടങ്ങളിലേക്ക് ചൈനീസ് സൈന്യം ഇരച്ചു കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇന്ത്യയുടെ സൈന്യത്തെ അവിടങ്ങളിൽ നിയോഗിച്ചു. അങ്ങനെ വർഷങ്ങളോളം, ഏതാണ്ട് 4 വർഷത്തോളം അതിർത്തിയിലെ ചില ഭാഗങ്ങളിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ മുഖാമുഖം വന്നു. ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന അതിർത്തിയിൽ വലിയ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമായിരുന്നു. എപ്പോൾ വേണമെങ്കിലും സംഘർഷം നടക്കാമെന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആ സമയത്തൊക്കെ ബന്ധം മെച്ചപ്പെടുത്താൻ, അതായത് ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈനയുമായി വളരെ ശക്തമായി തന്നെ ഇടഞ്ഞ നിലയിലായിരുന്നു. ചൈനയുമായിട്ട് കോവിഡ് കാലത്തുണ്ടായിരുന്ന വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. നേരിട്ടുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടും ആ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ഈ അതിർത്തി തർക്കത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതിർത്തി തർക്കം കാരണം തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണു. ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ അടക്കമുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി. ഇന്ത്യ അതിനെ നിരോധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപം ഇന്ത്യ സ്വീകരിക്കാത്ത ഒരവസ്ഥയിലായി. മാത്രമല്ല, പല ചൈനീസ് ആപ്പുകളും ഇന്ത്യ നിരോധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ നിരവധി നൂറുകണക്കിന് ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യ നിരോധിച്ചത്. ഇങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റവും മോശമായ ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് വന്നു 2020-ലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ ചൈന മുൻകൈയെടുത്തിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ ഇന്ത്യ പറഞ്ഞിരുന്ന ഒരു കാര്യം, യാതൊരു കാരണവശാലും ഇന്ത്യയുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ഇല്ല. കാരണം വളരെ പ്രധാനപ്പെട്ടത് അതിർത്തികൾ മാന്തുന്നത് ചൈന തടയണമെന്നതായിരുന്നു. അതിർത്തി തർക്കങ്ങൾ ആദ്യം പരിഹരിക്കട്ടെ, പിന്നീടാകാം മറ്റു കാര്യങ്ങളും വ്യാപാരവും എന്നെല്ലാം ഇന്ത്യ അന്ന് ഷാഠ്യം പിടിച്ചിരുന്നു. തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ സാഹചര്യം വർദ്ധിച്ചു. അമേരിക്ക വ്യാപാര യുദ്ധം ആരംഭിച്ചതോടുകൂടി ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ ഈ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് 3 രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു. അതോടുകൂടി ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. അന്ന് ഇന്ത്യ പറഞ്ഞിരുന്ന ഒരു കാര്യം, ചൈനയോട് അറിയിച്ച ഒരു കാര്യം എന്നത് അതിർത്തി പ്രശ്നങ്ങളിൽ വളരെ കാര്യക്ഷമമായ പുരോഗതിയും ഇടപെടലുകളും വേണമെന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ ചൈന തീരുമാനിക്കുന്നതും 25ാമത് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ചർച്ചകളിൽ വളരെ കൃത്യമായി
വ്യക്തമായ വലിയ പുരോഗതി ഉണ്ടാകുന്നതും. അജിത് ഡോവലിൻ്റെ സന്ദർശനം അതുകൊണ്ട് തന്നെ വൻ വിജയമെന്ന് ഇന്ത്യയും ചൈനയും ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളിലാണ് ഈ ചർച്ചകളിൽ ധാരണയായിട്ടുള്ളത്. ഇതിലൊന്നാമത്തേത് അതിർത്തി നിർണയം സംബന്ധിച്ച് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങൾ അതിവേഗം പരിഹരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതിർത്തി നിർണയത്തിൽ എത്രയും വേഗം വ്യക്തമായ പുരോഗതി കൈവരിക്കാനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. അതിർത്തി സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണ ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ ഉണ്ടാക്കിയേക്കുമെന്ന സൂചനയാണ് ഈ തീരുമാനത്തിലൂടെ പുറത്തു വരുന്നത്. രണ്ടാമത്തെ തീരുമാനമെന്നത് സൈനിക കൂടിക്കാഴ്ച കേന്ദ്രങ്ങൾ 2 കൂടുതലായി അനുവദിച്ചു എന്നുള്ളതാണ്. അതായത് അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ 2 സൈന്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ വളരെ കാര്യക്ഷമതയോടുകൂടി പരിഹരിക്കാൻ, സംഘർഷം ഒഴിവാക്കാനായി ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കാറുണ്ട്. സൈനിക ഓഫീസർ തലത്തിലുള്ള കൂടിക്കാഴ്ചകളാണ് നടത്തുന്നത്. സീനിയർ മിലിറ്ററി കമാൻഡർ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾക്കായി ഇപ്പോൾ തന്നെ നിരവധി കൂടിക്കാഴ്ച കേന്ദ്രങ്ങളുണ്ട്. ഈ കൂടിക്കാഴ്ച കേന്ദ്രങ്ങൾ 2 പുതിയ കേന്ദ്രങ്ങൾ കൂടി അനുവദിക്കാനാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയായിരിക്കുന്നത്. ഇത് അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ സഹായകമാകും എന്ന് 2 രാജ്യങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് അതിർത്തിയിലെ ആശയവിനിമയം അത് മെച്ചപ്പെട്ടതാക്കാൻ പുതിയ ഹോട്ട്ലൈനുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈസ്റ്റേൺ മിഡിൽ സെക്ടറുകളിലായി 2 പുതിയ അതിർത്തി സൈനിക ഹോട്ട്ലൈനുകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത്. നാലാമത്തേത് അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ അതിർത്തിക്കപ്പുറത്തേക്ക് ഒഴുകുന്ന നദികളെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ്. ജലശാസ്ത്രപരമായ വിവരങ്ങൾ കൈമാറുന്നതിനും നിലവിലെ ധാരണാപത്രങ്ങൾ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ ധാരണാപത്രങ്ങൾ പുതുക്കുന്നതും സംബന്ധിച്ച ചർച്ചകൾ 2026 സെപ്റ്റംബറിൽ വിദഗ്ധ സമിതികൾ യോഗം ചേർന്ന് ചർച്ചകൾ നടത്തും എന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അഞ്ചാമത്തത് തീർത്ഥാടനവും വ്യാപാരവുമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് വ്യാപാര പാതകളുണ്ട്. നിലവിൽ അംഗീകരിച്ചിട്ടുള്ള 3 അതിർത്തി വ്യാപാര പാതകൾ വീണ്ടും തുറക്കാൻ ധാരണയായിട്ടുണ്ട്. അതുകൂടാതെ കൈലാസ് മാനസരോവർ യാത്ര, അതുവഴിയുള്ള തീർത്ഥാടകരുടെ യാത്ര അത് സുഗമമാക്കാൻ നേരത്തെ തന്നെ ചൈനയും ഇന്ത്യയും നടപടി സ്വീകരിച്ചിരുന്നു. ആ നടപടികൾ ഏറ്റവും കൂടുതൽ വേഗത്തിലാക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തീർത്ഥാടനത്തിലെ പുരോഗതിയിൽ ഇരു രാജ്യങ്ങളും സംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അടുത്ത ചർച്ച 26ാമത് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ചർച്ചകൾക്ക് ഉള്ള വേദി നിശ്ചയിച്ചിരിക്കുകയാണ്. 2027 ഇന്ത്യ ആയിരിക്കും സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുക എന്ന തീരുമാനവും വന്നിട്ടുണ്ട്. ഇങ്ങനെ സുപ്രധാനമായ 8 കാര്യങ്ങളിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ നടന്ന സംഘങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇത് എന്ന് തന്നെ പറയണം. അജിത് ഡോവൽ നേരത്തെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു. അജിത് ഡോവലിൻ്റെ ചൈനീസ് പ്രസിഡന്റിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു മുന്നോടിയായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ചൈനീസ് പ്രസിഡന്റ് അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് ബ്രിക്സിൻ്റെ യോഗം നടക്കുക. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാകും ദില്ലിയിൽ നടക്കുക. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൂടിക്കാഴ്ചയായിരിക്കും. റഷ്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ നികുതി ഇപ്പോൾ തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നികുതി മറികടക്കാനായി 40 രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് മറ്റു വഴികളിലൂടെ എത്തുന്നു എന്ന് അമേരിക്ക കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയിരുന്നു. അത് സംബന്ധിച്ച റിപ്പോർട്ടും അമേരിക്ക നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ്. ഇതിനുവേണ്ടി ചൈനയെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട് എന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. എന്തായാലും ഇന്ത്യ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നേരിട്ട് അമേരിക്കൻ വിപണിയിൽ എത്താതെ 40-ലധികം രാജ്യങ്ങളിലൂടെ അമേരിക്കൻ വിപണിയിൽ ഈ പറയുന്ന ഉയർന്ന നികുതി വെട്ടിച്ച് എത്തിച്ചേരുന്നു എന്നാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത്.